വെൽക്കം ഓൾ ടു അവർ ടുഡേസ് സൺഡേ ചർച്ച. ഇന്ന് പതിവ് പോലെയല്ല, 2 സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് പ്രണവ് ഷാജിയുടെ ലൂക്കസ് സ്റ്റുഡിയോന്റെ സെഷനും, സെക്കൻഡ് ശ്യാം സാറിന്റെ ഒരു സീരീസ് SEO സീരീസ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതുമായിരിക്കും ഉണ്ടാവുക. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ. അപ്പോ വെൽക്കം ഓൾ ദ ഓഡിയൻസ് ആൻഡ് പാർട്ടിസിപ്പൻസ് ഹു ആർ ഇൻ ദിസ് സൺഡേ ചർച്ച. ഇന്നു മുതൽ നമ്മൾ 2 ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചർച്ച എന്ന് വെച്ചാൽ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് എല്ലാ ആഴ്ചകളിലും ഇനി ഷഫിൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സെഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഉദ്ദേശം വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ ഏകദേശം ഒരു 1.5 വർഷത്തോളമായിട്ട് നമുക്ക് ഈ ഒരു ചർച്ചകൾ കമ്മ്യൂണിറ്റികളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു ഫസ്റ്റ് റൗണ്ട് ഓഫ് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിനെ നമുക്ക് കാർവ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്മുടെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് ഇപ്പോൾ പല തിരക്കുകൾ കാരണം നമ്മുടെ സൺഡേ ചർച്ചകളിൽ അവർക്ക് എൻഗേജ് ചെയ്യാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് ഇൻഫോർമേഷൻ സ്റ്റാഗ്നേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു ജനറേഷൻ അത് ഏറ്റെടുത്താൽ മാത്രമേ ആ ബാറ്റൺ കൈമാറി പോവാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഈ സൺഡേ ചർച്ച റീവാമ്പ് ചെയ്തതിന് ശേഷം ഒരുപാട് തവണ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒക്കെ അവർക്ക് അവരുടെ തിരക്കുകൾ ഉള്ളത് കാരണം നമുക്കിപ്പോ അങ്ങനത്തെ ഒരു സെക്കൻഡ് ജനറേഷൻ ആൾക്കാരെ ഹു ആർ എഫിഷ്യന്റ് ആസ് ദോസ് പീപ്പിൾ അവരെ കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് നമ്മളിങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതിലിപ്പോ ഇങ്ങനെ എക്സ്പെർട്ടൈസുള്ള ഓരോ വ്യക്തികളെ ഓരോ ആഴ്ച, കഴിഞ്ഞ ആഴ്ച സൗരവ് വന്നൊരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചു, ഈ ആഴ്ച പ്രണവ് ഷാജി സംസാരിക്കുന്നു, അടുത്ത ആഴ്ച ഇതുപോലെ ഓരോ എക്സ്പേർട്സ്. അത് ഫസ്റ്റ് സെഷൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു സെഷൻ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ സെഷൻ എന്ന് വെച്ചാൽ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വസ്തുതയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടന്റ് റെക്കഗ്നിഷൻ. കണ്ടന്റ് റെക്കഗ്നിഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് SEO. അപ്പൊ ആ SEOന്റെ ഒരു സീരീസ് നമ്മൾ ഇതുപോലെ ഇനി ഇന്നു മുതൽ എല്ലാ ഞായറാഴ്ചകളിലും അതിന്റെ കംപ്ലീറ്റ് സീരീസ് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അടുത്ത ഒരു പ്രോജക്റ്റ്, അത് ഇവിടെ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ കമ്മ്യൂണിറ്റികളിലുള്ള ഓരോ ഏജൻസികൾക്കും ഓരോ കോർപ്പറേറ്റ് കമ്പനികൾക്കും അവരുടെ വെബ്സൈറ്റുകളെയും അതുപോലെ അവരുടെ കണ്ടന്റിനെയും അവരുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയെയും നമുക്കിവിടെ ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു ടാക്ടിക് വരെ നമ്മൾ ഇതിൽ കൊണ്ടുവരും നെക്സ്റ്റ് സെഷനിൽ. അപ്പോ പ്രണവ് ഷാജി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫോർ ടേക്കിംഗ് യുവർ ടൈം ടു പ്രസന്റ് എ വെരി വണ്ടർഫുൾ ടോപ്പിക് വിച്ച് ഇസ് ബീങ് ജനങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഡൗട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് സംസാരിക്കാൻ നിങ്ങൾ എടുത്തൊരു എഫേർട്ടിനെ ഞങ്ങൾ ആദ്യം അപ്രിഷിയേറ്റ് ചെയ്യുന്നു. So you can take on the baton from now. Thank you. Yeah. Thank you, sir. Thank you. So, hi all. First of all, ഇത്രയും നല്ലൊരു വെൽക്കമിങ് തന്ന ആൻഡ് ഈ ഓപ്പർച്യൂണിറ്റി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഡിജിറ്റൽ ബൈറ്റ്സ് ഗ്രൂപ്പിനും പിന്നെ ഇതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഇപ്പൊ ഈ കറന്റ് മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. സോ ഞാൻ അധികം ഡിലേയിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ ഉണ്ട്. നമുക്ക് അതിന്റെ കൂടെ തന്നെ ഈ ടോപ്പിക്, അതായത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ സംസാരിക്കാം. എന്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ ഇപ്പൊ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? അതെ, കാണാം. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് SEO റിപ്പോർട്ടിങ്ങും ഡാറ്റ വിഷ്വലൈസേഷൻ ആണ് ലൂക്കസ് സ്റ്റുഡിയോ വെച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് അജണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ, ലൈക്ക് ഇവിടെ കുറച്ച് പേർക്കെങ്കിലും തന്നെ അറിയാമായിരിക്കും, ബട്ട് ഫോർ ദ റെസ്റ്റ് ലെറ്റ് മീ ജസ്റ്റ് ഗീവ് എ ക്വിക്ക് ബ്രീഫ് അബൌട്ട് മൈസെൽഫ്. സോ മൈസെൽഫ് പ്രണവ് ഷാജി, ആൻഡ് ഞാനിപ്പോ ഒരു SEO കൺസൾട്ടന്റ് സ്ലാഷ് ഒരു A to Z ഡിജിറ്റൽ അക്കാഡമി. അതിപ്പോ ഒരു ബേബി സ്റ്റേജിലാണ്. നമ്മൾ അതിൽ ഒരു യൂട്യൂബ് ചാനലിൽ എൻ്റെ ഒരു എക്സ്പെർട്ടൈസും എനിക്ക് ഇതുപോലെ അറിയാവുന്ന കുറച്ച് നോളജുകളും അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്.
മേജർലി ഫോക്കസ്ഡ് ഇൻ ലൈക്ക് ഇ കൊമേഴ്സ് SEO, ലുക്കർ സ്റ്റുഡിയോ റിപ്പോർട്ടിംഗ്, പിന്നെ ടെക്നിക്കൽ SEO, ഇവന്റ് ട്രാക്കിംഗ്, അങ്ങനത്തെ കുറച്ച് ഏരിയാസിൽ കുറച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പോലെ തന്നെ SEOയിൽ ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിലും ബെറ്റർ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു കണ്ടിന്യൂസ് ലേണർ ആണ്. അതായത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് SEO. സോ ഇപ്പോഴും ലേണിംഗിലാണ്, കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഒരു സ്മോൾ ബ്രീഫ് അബൌട്ട് മൈസെൽഫ്. പിന്നെ വൈ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ലുക്കർ സ്റ്റുഡിയോ എന്താന്ന് ഒരു ചെറിയൊരു വിഷനുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ അവിടെ? അതായത് ലുക്കർ സ്റ്റുഡിയോ ഇതുവരെ മുമ്പ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കിയ ആൾക്കാര്, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു രീതിയിൽ റിപ്പോർട്ട് എന്തെങ്കിലും ചെയ്താരെങ്കിലും ഒരു ചെറിയ രീതിയിൽ? ഇല്ല അല്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല. അതായത് ലുക്കർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ്, അതായത് ബേസിക്കലി വൈ ഞാൻ എന്തുകൊണ്ടാണ് ഈ ലുക്കർ സ്റ്റുഡിയോ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറിയ എന്നുള്ള ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് നമുക്കിപ്പോ ഒരു ഡേ ടു ഡേ ബേസിസിൽ ഇപ്പോ നമ്മുടെ SEO, നമ്മുടെ വെബ്സൈറ്റിന്റെ കുറെ കാര്യങ്ങൾ, കുറെ റിപ്പീറ്റേറ്റീവ് ടാസ്ക് ആണ്. ഇപ്പൊ SEOയിൽ കുറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറെ സംഭവങ്ങൾ റിപ്പീറ്റേറ്റിംഗ് ഉണ്ട്. നമ്മുടെ ഡേ ടു ഡേ ബേസിസിൽ വന്ന് ചെയ്യുന്ന കുറെ ടാസ്കുകളുണ്ട്. അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ ഇപ്പൊ നമ്മുടെ SEO മാനേജർ വന്നിട്ട് പറയാണ് നമുക്ക് ഒരു വെബ്സൈറ്റിന്റെ ഇന്ന സ്റ്റാറ്റ്സ്, അതായത് എവിടെയൊക്കെ റാങ്ക് ചെയ്യുന്നു, ഇപ്പൊ കറന്റ് എത്ര ട്രാഫിക് ഉണ്ട്, കഴിഞ്ഞ മന്ത് എത്ര വന്നേ, ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലും ആൾക്കാർ, അതായത് നിങ്ങളുടെ മാനേജേഴ്സ് വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും, ഒബ്വിയസ്ലി ഇല്ലേ? അപ്പോ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ, ലൈക്ക് അതുപോലത്തെ, അതായത് പെട്ടെന്ന് ക്വിക്കായിട്ട് SEOന്റെ, അതായത് നിങ്ങൾ കറന്റ് പെർഫോം ചെയ്യുന്ന വെബ്സൈറ്റിന്റെ സ്റ്റാറ്റ്സ് അറിയാൻ, പിന്നെ റിപ്പീറ്റേറ്റിംഗ് ആയിട്ട് ഇപ്പോ ഈ വീക്കിലി ഒക്കെ ആയിട്ട് എന്താ മീറ്റിംഗ്സ് വരുന്ന ക്ലയൻസ് ഉണ്ടാവും. സോ നമ്മൾ ഈ പറയുന്ന സ്റ്റാറ്റ്സും സംഭവങ്ങളും എല്ലാം ലൈക്ക് 1 by 1, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അനലറ്റിക്സ് ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ സെർച്ച് കൺസോൾ, ഇതിന്റെ ഒക്കെ ഒരു KPI വെച്ചിട്ടായിരിക്കും നമ്മൾ SEOന്റെ പ്രോഗ്രസ് മേജർലി ലൈക്ക് ഇപ്പൊ ക്ലയന്റിന്റെ ഒരു മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ ഈ ടാസ്ക് ഇങ്ങനെ റിപ്പീറ്റേറ്റിംഗ്, അതായത് ഒരു വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എടുക്കണം, ഇത് ഫ്രഷ്ലി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റേറ്റിംഗ് ആയിട്ട് കുറെ ടൈം കൺസ്യൂമിങ് ആവുന്നുണ്ട്. സോ എനിക്ക് ഈ ഒരു ലൈക്ക് ഒരു ക്വിക്കായിട്ട് ഈ റിപ്പീറ്റേറ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് എങ്ങനെ ഒന്ന് മിനിമൈസ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാനൊരു പ്ലാറ്റ്ഫോം നോക്കി നിന്നത്. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഈ ലുക്കർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് തന്നെ. സോ ലുക്കർ സ്റ്റുഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. എന്റെ യൂസ് കേസസിന് വെച്ചിട്ടുള്ള ലൈക്ക് ഡാഷ്ബോർഡ്സ് സംഭവങ്ങൾ ലൈക്ക് ക്രിയേറ്റ് ചെയ്തു. പിന്നെ കുറച്ചും കൂടി, അതായത് ഇപ്പൊ കുറെ റാൻഡം നമ്പേഴ്സ് ആയിട്ട് കാണിച്ചു കൊടുക്കണേക്കാളും ചിലപ്പോ വളരെ ഈസിയർ ആയിട്ട് നമുക്ക് വല്ലൊരു ചാർട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് കുറെ നമ്പേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഭയങ്കര മടിപ്പായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. സോ ഈ ഒരു ലൈക്ക് ഒരു ലൂപ്പ് ഹോളിൽ നിന്ന് ഒന്ന് ഇത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ലുക്കർ സ്റ്റുഡിയോ എന്നിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. സോ അതാണ് ബേസിക്കലി ഈ ലുക്കർ സ്റ്റുഡിയോന്റെ ലൈക്ക് ഒരു സ്റ്റോറി എന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ലുക്കർ സ്റ്റുഡിയോ എങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ലൈക്ക് ഫസ്റ്റ് തന്നെ വൈ SEO റിപ്പോർട്ടിംഗ്, അതായത് നിങ്ങൾ ഒരു ബേസിക്കലി ഒരു SEO റിപ്പോർട്ടിംഗ് എന്തിനാ ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസ് എന്താണ്, അതായത് നിങ്ങൾക്ക് SEOന്റെ പ്രോഗ്രസ് അറിയാൻ, അതായത് നിങ്ങൾ ചെയ്ത വാട്ട് എവർ തിങ്സ് യു ഹാവ് ഡൺ ഇൻ ദ വെബ്സൈറ്റ്, അതിന്റെ എഫേർട്ടാണ് ആക്ച്വലി റിസൾട്ട്സ്. സോ അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണമെങ്കിൽ റിപ്പോർട്ടിംഗ് ആവശ്യമാണ്. പിന്നെ ഈ റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസിഷൻസ്, അതായത് ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ഗുഡായിട്ടാണ് പെർഫോം ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ടാക്ടിക്സിൽ ഇനി ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഇനി പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണോ, അങ്ങനത്തെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് റിപ്പോർട്ടിംഗ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിംഗ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പുതിയ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഈ 3 കേസസ് ആണ് നമ്മൾ SEO റിപ്പോർട്ടിങ്ങിൽ ബേസ് ആയിട്ട് നോക്കുന്നത്.
പിന്നെ നമ്മുടെ ഇന്നത്തെ ലൈക്ക് ഗൂഗിൾ ലുക്ക് സ്റ്റുഡിയോ, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം എന്താന്നുള്ള ഒരു ബ്രീഫാണ്. അതായത് ലുക്ക് സ്റ്റുഡിയോ ഫസ്റ്റ്, അതായത് ഇതിൽ മുന്നേ അറിഞ്ഞുകൊണ്ടിരുന്നത് ഡാറ്റ സ്റ്റുഡിയോ എന്നാണ്, ഗൂഗിളിലെ ഡാറ്റ സ്റ്റുഡിയോ എന്നാണ് പ്രീവിയസ്ലി അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊരു ഒരു പവർഫുൾ ആയിട്ടുള്ള, അതായത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ടൂളാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ നിങ്ങളിപ്പോ കറന്റ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ഉണ്ടോ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അനലറ്റിക്സ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെർച്ച് കൺസോൾ, പിന്നെ ആഡ്സിന്റെ സെഗ്മെന്റ് ആണെങ്കിൽ ഗൂഗിൾ ആഡ്സിന്റെ ഏരിയ, അങ്ങനെ പല പല സെഗ്മെന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ ലുക്ക് സ്റ്റുഡിയോ കണക്ട് ചെയ്യാം. ഈ കണക്ട് ചെയ്യുന്നതൊക്കെ ഒരു ഒരു ഡാറ്റ സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഗൂഗിളിന്റെ ലുക്ക് സ്റ്റുഡിയോയിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. സോ ഇതൊരു ഫ്രീ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡാറ്റ ഏറ്റവും ഈസിയർ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു സംഭവം, ഒരു ബേസ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡാറ്റ വെച്ചിട്ട് തന്നെ പല രീതിയിൽ ഈ റിപ്പോർട്ടിംഗ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ജസ്റ്റ് ഒരു ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. ജസ്റ്റ് ഇപ്പൊ കുറെ റിപ്പോർട്ടിങ്ങിന്റെ സംഭവങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒരു ഇന്റർഫേസ് ആണ്. പിന്നെ ചെറിയ രീതിയിൽ ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ മാത്രമാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു അഡീഷണൽ ഫോർമുലാസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ ശരിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പേർപ്പസ് പിന്നെ അല്ലെങ്കിൽ യൂസ് കേസ് ഓഫ് ലുക്ക് സ്റ്റുഡിയോ എന്നിട്ടാന്ന് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ കറന്റ് പറഞ്ഞ തന്നെ ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. അതായത് ഡാറ്റ ഇന്റഗ്രേഷൻ, അതായത് ലുക്ക് സ്റ്റുഡിയോയിൽ തന്നെ 1000+ ഡാറ്റ സോഴ്സസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ ഡാറ്റ സോഴ്സസ് ഓൾറെഡി ലുക്ക് സ്റ്റുഡിയോയിൽ ഇന്റഗ്രേറ്റഡ് ആണ്. പിന്നെ ഇതിലത്തെ ഡാഷ്ബോർഡ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെയധികം കസ്റ്റമൈസബിൾ ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ട് എങ്ങനെയാണോ കാണേണ്ടത്, നിങ്ങൾക്ക് എത്രയും ഈസിയർ ആയിട്ടാണ് ആ സംഭവം മനസ്സിലാക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പിന്നെ എല്ലാ ഡാറ്റാസും റിയൽ ടൈം, അതായത് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ടെംപ്ലേറ്റ്, അതായത് ആ ഡാഷ്ബോർഡ് റിവ്യൂ ചെയ്യുന്നത്, ആ ടൈമിൽ തന്നെ റിയൽ ടൈം ഡാറ്റാസ് വെച്ചിട്ട് തന്നെ ഈ സംഭവം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് ലൈക്ക് ഇത് ഈ ലുക്ക് സ്റ്റുഡിയോ റിപ്പോർട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പോ ക്ലയന്റിന് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീംമേറ്റ്സിന് ഷെയർ ചെയ്യാം. സോ ദേ ക്യാൻ, അതായത് നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ലൈക്ക് ആ ഷെയറിങ്ങിന്റെ ആക്സസ് വെച്ചിട്ട്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ആക്സസ് വെച്ചിട്ട് നിങ്ങളുടെ ടീംമേറ്റ്സിന് കൊളാബറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോ ജസ്റ്റ് ക്ലയൻസിന് നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ഡാറ്റ ഈ ലുക്ക് സ്റ്റുഡിയോയുടെ റിപ്പോർട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലയന്റിന് ജസ്റ്റ് അയച്ചു കൊടുക്കാം. അതായത് ഇന്നതാണ് നമ്മുടെ ലൈക്ക് ഇപ്പോ ഈ സ്പെസിഫിക് വീക്കില് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, നെക്സ്റ്റ് വീക്കിലാണെങ്കിൽ ജസ്റ്റ് അതിൽ കുറച്ച് ഡാറ്റ കൺട്രോൾസ് ഉണ്ട്. അതായത് ഇപ്പൊ ഡേറ്റ് റേഞ്ച് ഒക്കെ സിംപ്ലി മാറ്റുവാണെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന, അതായത് ആ വെബ്സൈറ്റിൽ ആ ക്ലയന്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഡാഷ്ബോർഡ് എങ്ങനെയാണോ അതിന്റെ KPIs ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. നെക്സ്റ്റ് അതായത് ഇതിപ്പോ നമ്മൾ ലുക്ക് സ്റ്റുഡിയോ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണേക്കാളും മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതാണ് ഈ ഒരു സെഗ്മെന്റിലാണ് ഇപ്പോ കുറെ പേർക്ക് ഒരു സംശയം വരുന്നത്. അതായത് ലുക്ക് സ്റ്റുഡിയോ കുറെ പേര് ട്രൈ ഔട്ട് ചെയ്യാതിരിക്കുന്ന ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നിയത് ഇപ്പോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം ഭയങ്കര കോംപ്ലക്സ് ആയ രീതിയിൽ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ബട്ട് ഇപ്പോ ഒരു റിപ്പോർട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണേക്കാളും മുന്നേ ഫസ്റ്റ്, അതായത് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു അതായത് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എപ്പോഴും ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കസ്റ്റം ആയിട്ടുള്ള റിപ്പോർട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോ പറയുകയാണെങ്കിൽ ഏതാ സെർച്ച് കൺസോൾ, അതായത് സെർച്ച് കൺസോളിന്റെ ഒരു പെർഫോമൻസ് റിപ്പോർട്ട് നിങ്ങൾ ഡെയിലി നോക്കുന്ന ഒരു സാധനമായിരിക്കും. അതായത് കൊറി എത്രമാത്രം പെർഫോം ചെയ്യുന്നുണ്ട്, ആ ഗ്രാഫ്, അതായത് നമ്മുടെ ഡേറ്റ് എങ്ങനെയാണ് ആ ഗ്രാഫ്, കൊറി എങ്ങനെ പെർഫോം ചെയ്യുന്നു, എത്രാമത്തെ പൊസിഷനാണ്, എത്ര ഇംപ്രഷൻസ് വന്നു, ക്ലിക്സ് വന്നു, ഈ രീതിയിലുള്ള സ്റ്റാറ്റ്സ്. അതായത് ആ ഒരു ഇന്റർഫേസ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി സോറി എന്തെങ്കിലും കണക്ഷൻ ഇഷ്യൂസ് ഉണ്ടോ? കറക്റ്റ് ആണോ? ഹലോ
നെറ്റ്വർക്ക് ഇടയ്ക്കൊന്ന് മിസ്സായിട്ടുണ്ട്. നെറ്റ്വർക്ക് ഒന്നും മിസ് ചെയ്തായിരുന്നു, ഇപ്പൊ ഓക്കെയാണ്. ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ലുക്കസ്, ഇപ്പോ നിങ്ങൾ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണേക്കാളും മുന്നേ എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്നുള്ള ഒരു ക്ലിയർ വിഷൻ, അതായത് നിങ്ങൾക്ക് ഏതെല്ലാം ഏരിയാസ് ആണ് ട്രാക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങളുടെ KPIs ട്രാക്ക് ചെയ്യേണ്ടത്, എന്ത് ആ KPIs ഒക്കെ എങ്ങനെ some kind of a network issue. Yeah, sorry. I think it's clear, right? ഓക്കെ, സോ ആ ഒരു ഒബ്ജക്റ്റീവ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ടിങ്ങിൽ വേണ്ടതെന്നുള്ളത്. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇത് കറക്റ്റ് ആണോ അല്ലേ എന്ന്. പിന്നെ നിങ്ങളിപ്പോ ലൈക്ക് ലുക്കർ സ്റ്റുഡിയോ എടുക്കുകയാണെങ്കിൽ ലുക്കർ സ്റ്റുഡിയോയിൽ കുറച്ച് മെയിൻ, അതായത് ഒരു 3 കമ്പോണൻസ് ഉണ്ട്. മേജർ ആയിട്ട് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മേജർ ആയിട്ട് ഒരു 3 കമ്പോണൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അതിന്റെ ഡാറ്റ കണക്ടേഴ്സ് ഉണ്ടോ നോക്കണം. ഡാറ്റ കണക്ടേഴ്സ് മീൻസ് ഈ ഡാറ്റ കണക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഏത് റിപ്പോർട്ടിന്റെ സ്റ്റാറ്റ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഡാറ്റാസ് അതിലേക്ക് വരുള്ളൂ. ലുക്കർ സ്റ്റുഡിയോ അതിലേക്ക് ആ റിപ്പോർട്ടിന്റെ കയറി വരുന്നത്. നെക്സ്റ്റ് ഉള്ളത് ഡാറ്റ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡാറ്റ ഒരു 40+ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പൊ ലുക്കർ സ്റ്റുഡിയോ വിഷ്വലൈസേഷനിൽ. പിന്നെ അതല്ലാണ്ട് അഡീഷണൽ ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻസ് വഴി, അതായത് കമ്മ്യൂണിറ്റീസ് വഴിയിട്ട് വിഷ്വലൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ ലുക്കർ സ്റ്റുഡിയോയിൽ. പിന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഗാലറി, അതായത് ഇപ്പൊ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ഉണ്ടാക്കാൻ കുറച്ച് മടിയുള്ളവരാണെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കുറെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് തന്നെ. സോ ഈ ഒരു ഗാലറി സെക്ഷൻ ഇപ്പൊ താഴെ നോക്കും. യെസ്, സോ ഇതാണ് നമ്മുടെ ലുക്കർ സ്റ്റുഡിയോന്റെ ഗാലറി, അതായത് ടെംപ്ലേറ്റ് ഗാലറി സെക്ഷൻ ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് പല സോർട്ട് ഓഫ്, അതായത് നിങ്ങൾക്ക് വേണ്ട ഇതിന്റെ ആണോ അതിന്റെ എല്ലാ ഡാഷ്ബോർഡ്സും ഇവിടെ ഓൾറെഡി അവൈലബിൾ. GA4ന്റെ ഉണ്ട്. ഞാൻ കറക്റ്റ് വൈഫൈ ആയിട്ട് തന്നെ കണക്ട് ചെയ്തേക്കുന്നു, ബട്ട് ചെറിയ രീതിയിൽ ബ്രേക്ക് ആവും. ഇറ്റ്സ് ഓക്കെ, അത് വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചോ, അപ്പൊ നെറ്റ് കുറച്ച് സ്പീഡ് ഉണ്ടാവും. ഓക്കെ. Yeah, sorry for the issues, guys. I think എന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പോൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഈ ക്ലിയർ ആയിട്ടുണ്ടല്ലേ? ഓക്കെ. സോ ഇതാണ് നമ്മുടെ ലുക്കർ സ്റ്റുഡിയോന്റെ ടെംപ്ലേറ്റ് ഗാലറി. ഈ ഗാലറി സെക്ഷനിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇതിപ്പോ ആഡ്സിന്റെ ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറെ ഡാഷ്ബോർഡ്സ് അവൈലബിൾ ആണ്. അതായത് ഇത് ലുക്കർ സ്റ്റുഡിയോ ടീമിന്റെ തന്നെ ഇൻബിൽഡ് ആയിട്ട്, അതായത്
യുവർ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഹിയർ. അപ്പോൾ ഇതിന് അനുസരിച്ചുള്ള ഒരു റിപ്പോർട്ടിംഗ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡ്ലി സിമ്പിൾ ആയിട്ട് ഇതിൽ തന്നെ കിട്ടും. ഞാനിപ്പോ ഇവിടെ ഗൂഗിൾ അല്ലേ ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ടോ? വോയിസ് ബ്രേക്കിംഗ് ഇപ്പോഴുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് ഇപ്പൊ. ആണല്ലേ, നമുക്കൊന്ന് റീജോയിൻ ചെയ്ത് നോക്കിയാലോ? കട്ട് ചെയ്തിട്ടൊന്ന് റീജോയിൻ ചെയ്ത് നോക്കിയാ. ഞാൻ ഒന്ന് റീകണക്ട് ചെയ്ത് നോക്കട്ടെ, ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കട്ടെ. അതെ അതെ ഇപ്പൊ കേൾക്കാവോ? ഓഡിബിൾ ആണോ? അതെ ഓഡിബിൾ ആണ്. സോറി ലൈക്ക് സോ നിങ്ങൾക്ക് ഇവിടെ ഗാലറി സെക്ഷനിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗാലറീസിലും എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെല്ലാം കൈൻഡ് ഓഫ് ഡാറ്റ സെറ്റ്സിലാണ് നിങ്ങൾക്ക് അവൈലബിൾ. ലൈക്ക് ഇപ്പോൾ ഇവിടെ കറന്റ് 1120 കണക്ടേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ലുക്ക സ്റ്റുഡിയോന്റെ തന്നെ ലൈക്ക് ഒഫീഷ്യൽ 21 കണക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ നിങ്ങൾക്ക് ഗൂഗിൾ അനലറ്റിക്സ് കാണാം, ഗൂഗിൾ ആഡ്സ് കാണാം, ഗൂഗിൾ ഷീറ്റ്സ് ഉണ്ട്, പിന്നെ സെർച്ച് കൺസോൾ. പിന്നെ ഇതല്ലാണ്ട് തന്നെ കുറെ നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് കുറെ കണക്ടേഴ്സും അവൈലബിൾ ആണ്. അതിലിപ്പോ നിങ്ങളിപ്പോ യൂസ് ചെയ്യുന്ന ഇപ്പൊ സെംറഷ്, എച്ച്റഫ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സിന് യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ഹൂട്ട് സ്യൂട്ട്, അങ്ങനെ ഏത് കണക്ടേഴ്സിന്റെയും ഇവിടെ ലൈക്ക് നിങ്ങൾക്ക് ഡാറ്റാസ് കിട്ടണമെങ്കിൽ ഇവിടെ പാർട്ട്നർ കണക്ടേഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഏതൊക്കെ കൈൻഡ് ഓഫ് ടൈപ്പിൽ നിങ്ങളുടെ ഡാറ്റാസ് വിഷ്വലൈസ് ചെയ്യാന്നുള്ളത്. ഇതിൽ ലുക്ക സ്റ്റുഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ഒരു 40 വിഷ്വലൈസേഷൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതില് ബാർ ചാർട്ടുകൾ ഉണ്ട്, ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം. പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ഗ്രാഫുകൾ വേണമെങ്കിൽ ഗ്രാഫ് ടൈപ്പിൽ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ സ്കോർ കാർഡുകൾ ഉണ്ട്, ജിയോ മാപ്പുകൾ ഉണ്ട്, പിന്നെ ഇവിടെ ട്രെൻഡ് ലൈൻ ചാർട്ട് ഉണ്ട്, ടേബിൾസ് ഉണ്ട്. സോ പിന്നെ ഇതുപോലെ തന്നെ ലൈക്ക് പാർട്ട്നേർഡ് വിഷ്വലൈസേഷൻസ്, അതായത് ഇപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് തേർഡ് പാർട്ടി, അതായത് ഗൂഗിളിന്റെ കമ്മ്യൂണിറ്റിയിൽ നമുക്കും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന പുതിയ വിഷ്വലൈസേഷൻ ചാർട്ടുകളാണ്. ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇതിപ്പോ ഞാൻ ഇന്നത്തെ കറന്റ് 34 ആണെങ്കിൽ നമ്മൾ ഇനിയിപ്പോ കുറച്ചാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ അപ്രൂവ് ചെയ്ത പുതിയ പാർട്ട്നർ വിഷ്വലൈസേഷൻ പിന്നെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്കത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കയറി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് നമുക്കൊരു സാമ്പിൾ റിപ്പോർട്ടിലേക്ക് കിടക്കാം. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസിയർ ആയിട്ട് ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു സംഭവം നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ നിങ്ങളിപ്പോ ലുക്ക സ്റ്റുഡിയോ ലോഗിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡാഷ്ബോർഡ് ഇതായിരിക്കും നിങ്ങളുടെ ലുക്ക സ്റ്റുഡിയോയുടെ ഒരു ഇന്റർഫേസ്. ഇവിടെ ലൈക്ക് നിങ്ങൾക്കൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഈ ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കസ്റ്റമൈസേഷൻ ചെയ്ത് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ബ്ലാങ്ക് റിപ്പോർട്ട്, അതായത് നമ്മുടെ മൈൻഡിലുള്ള ഏത് റിപ്പോർട്ടിംഗ് ടൈപ്പ് ആണ് അത് വെച്ചിട്ട് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ രീതിയിൽ ഏതൊക്കെ ഡാറ്റ സോഴ്സസ് ഇപ്പൊ കറന്റ് കണക്റ്റഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. പിന്നെ എക്സ്പ്ലോറർ ടാബ് ഉണ്ട്. ഇതിലും നിങ്ങൾക്ക് സെയിം കൈൻഡ് ഓഫ് റിപ്പോർട്ടിംഗ് ഇതിലും ചെയ്യാം. ബട്ട് ഇത് ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിരിക്കും. ഇത് വേറൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അപ്പോ നമുക്കൊരു റിപ്പോർട്ട്, അതായത് ഇപ്പോ സെർച്ച് കൺസോളിന്റെ പെർഫോമൻസ് ഫോർ റിപ്പോർട്ട് നമുക്കത് എങ്ങനെയാ ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്നില്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് റിപ്പോർട്ട് എന്ന് കൊടുത്താലും സെയിം ആക്ഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ബ്ലാങ്ക് റിപ്പോർട്ടിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം.
ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ഡാറ്റ സോഴ്സ് കണക്ട് ചെയ്യാനുള്ള ഒരു റിപ്പോർട്ട് ആയിരിക്കും. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഡാറ്റ സോഴ്സ് ആണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഫസ്റ്റ് ഒരു ഐഡിയ, അതിന്റെ ഒരു ഡാറ്റാസ് ആയിരിക്കും നമുക്ക് നമ്മുടെ ലുക്ക സ്റ്റുഡിയോയിൽ കിട്ടുന്നത്. സോ എനിക്ക് വേണ്ടത് ഇപ്പൊ സെർച്ച് കൺസോൾ ആണ്. അപ്പൊ എനിക്ക് ഈ സെർച്ച് ടാബിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് കൺസോളിൽ നിന്ന് ഒന്ന് നോക്കുവാണെങ്കിൽ എനിക്കിപ്പോ ഇവിടെ എന്റെ കണക്ടർ കാണാം. ഞാനിത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓതറൈസേഷന്റെ ഒരു മെസ്സേജ് വരും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് ഗൂഗിൾ അക്കൗണ്ട്, നിങ്ങൾ ഏത് ഗൂഗിൾ അക്കൗണ്ട് ആണ് കണക്ട് ചെയ്തേക്കുന്നത് അതിന് കണക്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സുകൾ ഇവിടെ വരും. ഇപ്പൊ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ എടുക്കുകയാണ്. അതെടുത്ത് കഴിയുമ്പോൾ സൈറ്റ് ഇംപ്രഷനും URL ഇംപ്രഷനും, ഇത് രണ്ട് ടൈപ്പ് ഓഫ് മെട്രിക്സ് നിങ്ങളുടെ സെർച്ച് കൺസോളിന്റെ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റാറ്റ്സ്. അതായത് ഇപ്പൊ സൈറ്റ് ഇംപ്രഷൻ എടുക്കുകയാണെങ്കിൽ സൈറ്റ് വൈസ് ആയിട്ട് ഇപ്പോ നിങ്ങളുടെ സെർച്ച് കൺസോളില് ഇപ്പൊ കൊറി പെർഫോമൻസ്, ഫോർ എക്സാമ്പിൾ ഒരു കൊറി നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെർച്ച് റിസൾട്ടിൽ മൾട്ടിപ്പിൾ ടൈംസ് റിസൾട്ട് വരുന്നുണ്ട് CRPയിൽ. ആ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ സൈറ്റ് ഇംപ്രഷൻ ആണെങ്കിൽ അത് 1 ടൈമേ വരുള്ളൂ. URL ഇംപ്രഷൻ എടുക്കുകയാണെങ്കിൽ 2 ടൈംസ് വന്നിട്ടുണ്ടെങ്കിൽ 2 ടൈംസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാനിപ്പോ ഇവിടെ കറന്റ് സൈറ്റ് ഇംപ്രഷൻ ആണ് എടുക്കുന്നത്. അതില് നിങ്ങൾക്ക് ഏതാണ് വെബ്, ഇമേജസ്, വീഡിയോ, ന്യൂസ്, ഇത് മാൻഡറ്ററി അല്ല, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ വെബിന്റെ മാത്രമാണ് റിസൾട്ട് വേണ്ടെങ്കിൽ വെബ് കൊടുക്കാം, ഇമേജസിന്റെ മാത്രമാണ് നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ ഇമേജസ് കൊടുക്കാം, വീഡിയോസ്, ന്യൂസ്. ഞാൻ സൈറ്റ് ഇൻവേർഷൻ കൊടുത്തിട്ട് ഇവിടെ ആഡ് കൊടുത്തു. പിന്നെ എന്റെ നെറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. സോ അത് കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഒരു ചാർട്ടായിരിക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇന്റർഫേസ് ലൈക്ക് ഈ ഡാഷ്ബോർഡ് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. ഇതിലിപ്പോ ഫസ്റ്റ് ഡാറ്റ സോഴ്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു ടേബിൾ ഫോർമാറ്റുള്ളതായിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ തന്നെ കളയാം. ഇപ്പോ ഇതൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ആക്ച്വലി. ഇതില് നമ്മൾ ഈ തീംസിൽ പോവാണെങ്കിൽ ലൈക്ക് ഇപ്പൊ എനിക്ക് ഈ ഒരു തീമാണ് വേണ്ടെങ്കിൽ ഈ തീം കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു തീം ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. നെറ്റിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ്. മൊത്തത്തിൽ നെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് തീം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ തീം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ സംഭവം മാറുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് തീമിനനുസരിച്ച് ഈ സംഭവം മാറിയിട്ടുണ്ട് ആക്ച്വലി. പിന്നെ ഇവിടെ നമുക്ക് പുതിയ പേജസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് പേജ് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് പുതിയ ഡാറ്റാസ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തില്ലേ, നമുക്കിപ്പോ ഗൂഗിൾ അനലിറ്റിക്സിന്റെ റിപ്പോർട്ട് ചെയ്ത് വേണമെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റ്സും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ അത് ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതിലും ടേബിൾ തന്നെ വരുന്നത്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത പ്രോപ്പർട്ടിയുടെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഈ റൈറ്റ് ഈ ടാബ് ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ കാണാം. ഇതിപ്പോ കറന്റ്ലി നമ്മൾ GA4ന്റെ അടുത്ത കാരണം ഇവിടെ ഏതാണ് പ്രോപ്പർട്ടി, ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, ലൈക്ക് ഇപ്പൊ പ്രോപ്പർട്ടിയിലുള്ള ഡയമെൻഷൻസും മെട്രിക്സും ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിലെ ഡയമെൻഷൻസും മെട്രിക്സും നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഇവിടെ ഈ കളേഴ്സ് മാത്രം നോക്കിയാൽ മതി. ഇതിൽ ഈ ഗ്രീൻ കളറായിട്ട് കൊടുത്തേക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഡയമെൻഷൻസ് ആയിരിക്കും. മെട്രിക്സ് ആയിരിക്കും ഒരു ബ്ലൂ കളേർഡ് ആയിട്ട് വന്നേക്കുന്നത് മെട്രിക്സ് ആയിരിക്കും ഇതില്. ഇവിടെ കണ്ടോ ഡയമെൻഷൻസ്, അതായത് ഇപ്പോൾ ഇവന്റ് നെയിം ആണ് ഡയമെൻഷൻസ് ആയിരിക്കും ഇവിടെ ഗ്രീൻ കളേർഡ് ആയിട്ട് വന്നേക്കുന്നത്.
നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ മെട്രിക്സുകൾ ഇവിടെ ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ടാവും. സോ നമുക്ക് സെർച്ച് കൺസോളിന്റെ ആണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനായിട്ട് നമുക്ക് ഒരു ചാർട്ട്, അതായത് നമ്മുടെ ഫസ്റ്റ് തന്നെ ഒരു സ്കോർ കാർഡ്, ഈ ആഡ് എ ചാർട്ടിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വ്യൂ, അതായത് ഈ ബ്ലൂ കളേർഡ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നതാണ് അതിന്റെ ഏത് ഡാറ്റയാണ് വന്നേക്കണെന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇവിടെ കറന്റ്ലി വന്നേക്കുന്നത് സെർച്ച് കൺസോൾ. ഓക്കെ, സോ അത് ഡാറ്റ മാറിപ്പോയായിരുന്നു ആക്ച്വലി. സോ ഇവിടെ നമുക്കിപ്പോ കറന്റ്ലി എനിക്ക് വേണ്ടത് ഈ മെട്രിക്സ് ആണ്, അതായത് ക്ലിക്ക് ആണ് വേണ്ടത് പ്രോപ്പർട്ടിയുടെ. അപ്പൊ ഞാനിത് ജസ്റ്റ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഈ മെട്രിക്സ് ടാബിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വേണ്ടത് ക്ലിക്സ്. അപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് സെലക്റ്റഡ് ആയി. ഇനി എനിക്ക് ലൈക്ക് നെക്സ്റ്റ് ഒരു മെട്രിക്സ് വേണ്ടത് URLന്റെ ഇംപ്രഷൻസ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. സെലക്റ്റഡ് ആയിട്ടുള്ളതിനാണ് ഈ ഒരു ബ്ലൂ കളറിൽ വരുന്നത്. ഇത് ജസ്റ്റ് Ctrl+C Ctrl+V കൊടുക്കുകയാണെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ആവും. ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് എനിക്ക് വേണ്ട മെട്രിക്സ് ഇംപ്രഷൻ ആണ്. ഞാൻ ഇംപ്രഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇംപ്രഷൻ അപ്ഡേറ്റഡ് ആയി. ഇനി എനിക്ക് വേണ്ടത് CTRഉം പൊസിഷനാണ്. അപ്പൊ ഞാൻ ഇത് രണ്ടും മൾട്ടിപ്പിൾ കോപ്പി പേസ്റ്റും പറ്റും. അപ്പൊ ഞാൻ രണ്ടും കൂടി ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു മെട്രിക്സ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഇതിന്റെ ആവറേജ് പൊസിഷൻ ഞാൻ ഈ ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തു. പിന്നെ നെക്സ്റ്റ് വേണ്ടത് എനിക്ക് ഇതിന്റെ CTR. സോ നമുക്ക് ഈ വേണ്ട 4 ഡാറ്റാസിന്റെ ഇതും നമ്മളിപ്പോ കറന്റ് ഇവിടെ സ്കോർ കാർഡ് ആയിട്ടാണ് കൊടുത്തത്. നമുക്ക് ക്ലിക്ക് ഇപ്പൊ എത്രയാണ്, ആ പ്രോപ്പർട്ടിയുടെ ക്ലിക്ക് എത്രയെന്ന് മനസ്സിലായി, ഇംപ്രഷൻസ് എത്രയെന്ന് മനസ്സിലായി, ആവറേജ് പൊസിഷൻ എത്രയെന്ന് കിട്ടി, സൈറ്റ് CTR കിട്ടി. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ചാർട്ടാണ്. അതായത് ക്ലിക്കും ഇംപ്രഷന്റെ ഒക്കെ ചാർട്ട് നമ്മൾ സെർച്ച് കൺസോൾ കണ്ടിട്ടില്ലേ. സോ അതിനായിട്ട് നമ്മൾ ഇവിടെ ആഡ് എ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പ് കോർണറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ടൈം സീരീസ് ചാർട്ട് ഉണ്ട്, കണ്ടോ? അത് പല രീതിയിലുണ്ട്. സ്പാർക്ക് ലൈൻ ഉണ്ട്, സ്മൂത്ത് ഉണ്ട്. ഞാനിവിടെ ഫസ്റ്റത്തെ ടൈം സീരീസ് ചാർട്ട് സെലക്ട് ചെയ്യുന്നു. എനിക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്യുന്നു. ഞാനിവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇപ്പോ ഈ പ്രോപ്പർട്ടി, അതായത് ഈ സെർച്ച് കൺസോളിന്റെ ക്ലിക്കിന്റെ ഒരു ചാർട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഞാൻ അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു ഇംപ്രഷന്റെ ചാർട്ടും കൂടി വേണം. സോ ഞാനിത് അഡ്ജസ്റ്റന്റ് ഇതിൽ ഈ ക്ലിക്സ് മാറ്റി ഞാൻ ഇംപ്രഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടി ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ക്ലിക്ക് കിട്ടി, ഇംപ്രഷൻസ് കിട്ടി. ഇനി വേണ്ടത് നമ്മൾ ഈ ടേബിൾസ് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ താഴത്തോട്ട് കൊണ്ടുവയ്ക്കുന്നു. ലോങ്ങേറ്റ് ചെയ്യാം. സോ ഈ ടേബിള് കണക്ട് ചെയ്തേക്കുന്നത്, അതായത് ഈ ചാർട്ടിൽ ഇപ്പൊ കറന്റ് വന്നേക്കുന്നത് ഡയമെൻഷൻസ് ആയിട്ട് ഡേറ്റും മെട്രിക്സ് ആയിട്ട് ക്ലിക്ക് ആണ് വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ ഏതെല്ലാം കൊറീസ് വന്നു എന്ന് അറിയണം. ആ കൊറിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള മെട്രിക്സ്, അതായത് എത്ര ക്ലിക്ക് വന്നു, എത്ര ഇംപ്രഷൻ വന്നു, എത്ര CTR വന്നു, എത്രയാണ് ആവറേജ് പൊസിഷൻ, ഇതാണ് നമുക്ക് വേണ്ടത്. സോ ആ ഒരു വിഷൻ വെച്ചിട്ട് നമ്മൾ ഇത് മാറ്റുവാണെങ്കിൽ ഞാൻ ഡയമെൻഷൻസ് എന്റെ ഡേറ്റ് മാറ്റിയിട്ട് എനിക്ക് വേണ്ടത് ഏത് കൊറിയാണ്. അപ്പൊ ഈ ടേബിളിൽ നോക്കിയിട്ട് ഞാൻ കൊറി സെലക്ട് ചെയ്തു. അപ്പോ ഇത് നമ്മുടെ കീവേഡ്സ്, അതൊക്കെ ഏത് കീവേഡിനാണ് എത്ര ക്ലിക്സ് വന്നു എന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി. ഇനി ഈ ടേബിളിൽ തന്നെ എനിക്ക് ഇംപ്രഷൻസ് വരുത്തണം. അപ്പൊ നമ്മൾ ഈ മെട്രിക്സ് ചാർട്ടിൽ പോവാം. ഈ മെട്രിക്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ മെട്രിക്സ് നമുക്ക് ഇവിടെ കോളമായിട്ട് ആഡ് ആവും. കണ്ടോ, ഇവിടെ ഇംപ്രഷൻസ് വന്നു. ഇനി എനിക്ക് വേണ്ടത് അതിന്റെ ആവറേജ് പൊസിഷൻ. നെക്സ്റ്റ് CTR. സോ നമ്മൾ ഈ 4 സംഭവങ്ങൾ ഇവിടെ ആഡ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ കറന്റ് നോക്കുവാണെങ്കിൽ എനിക്ക് കൊറി കിട്ടി, അതിന്റെ ക്ലിക്സ് കിട്ടി, ഇംപ്രഷൻസ് കിട്ടി, ആവറേജ് പൊസിഷൻ കിട്ടി, CTR കിട്ടി. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇവിടെ ഒരു ചെറിയൊരു രീതിയിൽ കട്ടായി പോയ പോലെയുണ്ട്. അത് മൊത്തത്തിൽ വിസിബിൾ അല്ല. സോ നമുക്കത് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ റീസൈസ് കോളം ഉണ്ട്. ഈ റീസൈസ് കോളം സെലക്ട് ചെയ്ത് ഫിറ്റ് ടു ഡാറ്റ കൊടുക്കാം. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ടേബിള് ഇങ്ങനെ അപ്ഡേറ്റ് ആയി, അതായത് കറക്റ്റ് രീതിയിൽ റീസൈസ് ആയി. ഓക്കെ, വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ ആഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ പല ടൈപ്പ് ഓഫ്, അതായത് ഈ ചാർട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ഡേറ്റ് റേഞ്ച് സെലക്ടർ വന്നു. ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഏത് ഡേറ്റ് റേഞ്ചിലെ ഡാറ്റയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്ത ഈ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഇതിൽ അപ്ഡേറ്റ് ആവും. ഓക്കെ, സോ ഈ ഒരു ഇന്റർഫേസിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ? അതായത് ഇപ്പൊ ആർക്കെങ്കിലും ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്തേലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഈ വാല്യൂസ് എങ്ങനെ എടുക്കണേ, അല്ലെങ്കിൽ ഈ ചാർട്ടിൽ എങ്ങനെ ആഡ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ പറയുകയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഒരു കൊറി പെർഫോമൻസ് റിപ്പോർട്ട്. ഇതാണ് നമ്മുടെ കറന്റ് ലുക്ക് സ്റ്റുഡിയോന്റെ റിപ്പോർട്ട്. എങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്ത് എങ്ങനെ ഇരിക്കും കറന്റ്. ഡേറ്റ് സെലക്ടർ എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കും. ഓക്കെ, സോ ഇതിപ്പോ നമ്മൾ വ്യൂ മോഡിലാണ്. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ടോപ്പ് ബാറിൽ തന്നെ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഡേറ്റ് സെലക്ടർ എടുക്കുന്നത് ഇവിടെ കൺട്രോൾ സെക്ഷൻ ഉണ്ട്. ആഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലൈക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ കണ്ടോ, ഇവിടെ കണ്ടോ ഡേറ്റ് റേഞ്ച് കൺട്രോൾ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഏത് പൊസിഷനിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് 7 ഡേയ്സിലെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജസ്റ്റ് റിപ്പോർട്ട് എടുക്കുമ്പോൾ തന്നെ ലാസ്റ്റ് 7 ഡേയ്സിലെ ഡാറ്റ അല്ലെങ്കിൽ ലാസ്റ്റ് 28 ഡേയ്സിലെ ഡാറ്റ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡേറ്റ് റേഞ്ചിലാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പാറ്റേണിലോട്ട് ഇത് അപ്ഡേറ്റ് ആവും സിമ്പിൾ ആയിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയി. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ചാർട്ടോ അല്ലെങ്കിൽ എന്ത് സാധനം ഇപ്പൊ ചാർട്ടോ അല്ലെങ്കിൽ ടേബിളോ എടുക്കുകയാണെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കാട്ടുന്നത്. അതായത് ഈ പ്രോപ്പർട്ടിന്റെ ഡാറ്റ എവിടെ നിന്ന് വരുന്നത്. ഇപ്പൊ ഞാൻ കറന്റ് എടുത്തേക്കുന്ന ഈ സെർച്ച് കൺസോൾ, ആ സെർച്ച് കൺസോളിൽ ഇപ്പൊ കറന്റ് ഉള്ള ഡയമെൻഷൻസ് ആണ് ഇവിടെ ഗ്രീൻ കളർ. നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡയമെൻഷൻസ് എപ്പോഴും ഗ്രീൻ കളറിലായിരിക്കും കിടക്കണേ. മെട്രിക്സ് ആയിരിക്കും നമ്മുടെ ബ്ലൂ കളറിലായിട്ട് കിടക്കുന്നത്. ആയിരിക്കും. ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഏത് ഡിവൈസസിന്റെ ആണ് കാണണമെങ്കിൽ, ലൈക്ക് ഇപ്പോ ഏത് ഡിവൈസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്ലിക്സും ഇംപ്രഷൻസ് ഒക്കെ കിട്ടുന്നതെന്ന് അറിയണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഞാൻ നേരത്തെ ഇങ്ങനെ പ്ലസ് കാണിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാനും പറ്റും കേട്ടോ. ഈ ഒരു ഓപ്ഷനും പറ്റും. അതായത് ഈ ടോപ്പ്
റൈറ്റ് കോർണറിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ആവുകയാണെങ്കിലും ഇങ്ങനെയും പറ്റും കേട്ടോ. ഈ രണ്ട് ഓപ്ഷനും അവൈലബിൾ ആണ്. ചെറിയൊരു ഡിലേ ഉണ്ട് സാധനങ്ങൾ ലോഡ് ആവാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലിക്സ് കിട്ടുന്നത് ഡെസ്ക്ടോപ്പിൽ നിന്നാണ്. പിന്നെ മൊബൈലിൽ നിന്ന് ക്ലിക്സ് വരുന്നില്ല. അതിന് റിസീവ് ചെയ്ത ഇംപ്രഷൻസ് അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയി. ഇത് ഇപ്പൊ ചാർട്ട് രൂപേണയാണ് നമ്മളിപ്പോ കറന്റ് നോക്കിയേക്കുന്നത്. ഇത് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് വേണമെങ്കിൽ എനിക്ക് ഡോണറ്റ് ചാർട്ടിൽ കാട്ടാൻ പറ്റും. അതായിരിക്കും കുറച്ചും കൂടി ഈസി. സോ ഡാറ്റ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് മനസ്സിലാവണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപിളർ ആയിട്ട് ഇതുപോലെ ഒരു റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. സോ ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലുണ്ടാവുക. ലൈക്ക് ഒരു റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുന്നേ നിങ്ങൾക്ക് എങ്ങനെയാണോ സിംപിളർ ആയിട്ട് ഒരു സംഭവം കൺവേ ചെയ്യാൻ പറ്റും, വളരെ ഈസിയർ. അഡീഷണൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാം. ഇല്ല. സൂര്യൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. ഹലോ. ഹലോ. ഈ റിപ്പോർട്ടില് ഇപ്പോ ഗൂഗിൾ സെർച്ച് കൺസോളിന്റെ അല്ലേ കാണിച്ചത്, നമുക്ക് ഈ റിപ്പോർട്ടിൽ തന്നെ അനലറ്റിക്സിന്റെയും ആഡ് ചെയ്യാൻ പറ്റും? പറ്റും. നമുക്ക് അതാ പറഞ്ഞത്, നമുക്കിപ്പോ അനലറ്റിക്സിന്റെ ഇപ്പൊ ഈ റിപ്പോർട്ടിൽ കാണണമെങ്കിൽ അതും പറ്റുന്നതാണ്. അനലറ്റിക്സിന്റെ പറ്റും. പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇപ്പൊ ആഡ്സിന്റെ വേണമെങ്കിൽ ആഡ്സിന്റെ ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ കണക്ടർ, അതായത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ടേഴ്സ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടോ പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു. പ്രിയദർശിനി ഇത് ഫ്രീ ടൂൾ ആണ്. അതെ, ഫ്രീ ടൂൾ ആണ്. സലീം അവിടെ ആഡിനെ കണക്ട് ചെയ്യാൻ പറ്റും പറഞ്ഞല്ലോ, അതിലെ ഗൂഗിൾ ആഡ്സും മറ്റേ ആഡ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഡയറക്റ്റ് ആഡ്സ് മാനേജറായിട്ട്? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സലീം ആണെന്ന് തോന്നുന്നു. ഹലോ. പ്രണവ് പറഞ്ഞ പോലെ ആഡ്സ് മാനേജർ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗൂഗിൾ ആഡ്സ് ഡാഷ്ബോർഡ്, അതുപോലെ ഫേസ്ബുക്കിന്റെ ആഡ്സ് മാനേജർ കണക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യാം. സോറി, ഒന്ന് ഒരിക്കൽ റിപ്പീറ്റ് ചെയ്യാവോ? ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ലൂക്കസ് സ്റ്റുഡിയോ ആയിട്ട് ഡയറക്റ്റ് ആഡ്സ് മാനേജർ കണക്ട് ചെയ്യാൻ പറ്റുമോ? എസ്പെഷ്യലി ഇപ്പൊ മറ്റൊക്കെ വരികയാണെങ്കിൽ മറ്റേ ആഡ്സ് മാനേജർ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ഡാറ്റ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ആ ഷീറ്റ് ഇങ്ങോട്ട് കണക്ട് ചെയ്യേണ്ടി വരുമോ? എങ്ങനെയാണ്? ഇല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിട്ടുള്ള നിങ്ങളുടെ ടൂൾസോ അല്ലെങ്കിൽ ആഡ്സ് മാനേജർ, ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് കുറെ കണക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ആ കണക്ടേഴ്സിന്റെ ആ സെക്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ കിട്ടും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ആഡ്സ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കണക്ടർ അതിൽ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഫുഡ് സ്യൂട്ട് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഓൾറെഡി കണക്ടേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ തേർഡ് പാർട്ടി കണക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ചിലത് മിക്കതും പെയ്ഡ് ആണ് കേട്ടോ. തേർഡ് പാർട്ടി കണക്ടേഴ്സ് ലൂക്കസ് സ്റ്റുഡിയോ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് പെയ്ഡ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് അതിന്റെ അക്കൗണ്ട് ആക്സസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് നിങ്ങൾ ഹൂട്ട് സ്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം നിങ്ങൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് വെച്ചിട്ട് ലൂക്കസ് സ്റ്റുഡിയോ കണക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡാറ്റ ഡയറക്റ്റ്ലി അതിൽ നിന്ന് തന്നെ കിട്ടും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? താങ്ക് യു. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, സോ താങ്ക് യു ഫോർ സ്റ്റിക്കിംഗ് ഇൻ ടു ദ പ്രസന്റേഷൻ. ഐ തിങ്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതായത് കണക്ഷൻ ഇഷ്യൂസ്. ഐ തിങ്ക് ഇപ്പോഴും സ്റ്റിൽ കുറച്ച് ഇഷ്യൂ ഉണ്ട് അവിടെ ഇവിടെ കേട്ട്. സോ
റിയലി സോറി ഫ്രം മൈ സൈഡ്. ആക്സസ് ഷെയർ ചെയ്യണമെങ്കിൽ അല്ലേ, ജസ്റ്റ് മിനിറ്റ് ഞാൻ കാട്ടെ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഷെയർ കണ്ടോ, ഈ മുകളിൽ ടോപ്പ് ബാറിൽ തന്നെ ഷെയർ കൊടുത്തിട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോഴും കണക്ഷൻ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, സോ ഇത് ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് ഇത് പോകുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം, അയാൾക്ക് വ്യൂ ആക്സസ് ആണോ എഡിറ്റർ ആക്സസ് ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ സാധനം ജസ്റ്റ് ഇവിടെ മാറ്റാം, അതായത് റെസ്ട്രിക്റ്റഡ് മാറ്റി അൺലിസ്റ്റഡ് കൊടുക്കുകയാണെങ്കിൽ ഈ സെയിം സംഭവം തന്നെ. ഇപ്പൊ ഈ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ സംഭവം ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇതിൽ തന്നെ ഇട്ടുതരാം. അങ്ങനെയാണ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോ കറന്റ് യൂസ് ചെയ്തേക്കുന്ന ഈ കറന്റ് പ്രസന്റേഷന്റെ ലിങ്ക് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയോ ചെറിയ ഇഷ്യൂസ്, കണക്ഷൻ ഇഷ്യൂസ് എന്തോ. ഞാനിപ്പോ ഈ ഇഷ്യൂസ് തോന്നുന്നു. ഹലോ, ഞാൻ പറഞ്ഞു. ഇപ്പൊ ഗൂഗിൾ ആഡ്സ് പോലെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് അഡ്മിൻ ഇപ്പൊ ഒരാൾക്ക് കാണണം വേറൊരാൾക്ക് കാണാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ്? അങ്ങനെ അതാ പറഞ്ഞു, അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈസിയർ നമ്മൾ ജിമെയിൽ, അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കൊടുത്തില്ലേ ഏത് മെയിൽ ഐ ഡിക്കാണ് അങ്ങനെ കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കണ പോലെ കൊടുക്കണ്ട, അതായത് ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് വ്യൂ ആക്സസ് മതിയെങ്കിൽ വ്യൂവർ ആക്സസ് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി. ഇത് സിമിലർ ടു പവർ ബി ഐ ആണോ? പവർ ബി ഐ പോലെ ആണെന്ന് പറയാം, സിമിലർ അല്ല. ഇത് ഗൂഗിൾ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇപ്പൊ ലുക്ക് സ്റ്റുഡിയോ എന്ന് പറയുന്നു. പവർ ബി ഐ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സോ ഈ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് ചെറിയൊരു മടുപ്പ് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, അതെനിക്കറിയാം. സോ ഞാനിതിൽ കുറച്ച് ഫ്രീ റിസോഴ്സസ്, അതായത് ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത കുറച്ച് യൂസേഴ്സ് വരണ്ടോ, അതായത് ഇപ്പോ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇപ്പോ പല ഇതില് നമ്മുടെ AI ഓവർവ്യൂ എന്നൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് ട്രാഫിക് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു ഡാഷ്ബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ കീവേഡ് കാനിബലൈസേഷൻ ഉണ്ടോ, അത് നിങ്ങളുടെ സെർച്ച് കൺസോൾ ജസ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് കണ്ടുപിടിക്കാം, ലൈക്ക് കീവേഡ് കാനിബലൈസേഷൻ വന്നേക്കുന്നത്. പിന്നെ ലോങ് ടെയിൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് കീവേഡ്സ്, നിങ്ങളുടെ സെർച്ച് കൺസോളിലുള്ള ലോങ് ടെയിൽ കീവേഡ്സ് ഒക്കെ ഏതാണെന്നുള്ളത് ഈസിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡാഷ്ബോർഡ്സ്, ഈ 3 ഡാഷ്ബോർഡ്സ് ഈ പ്രസന്റേഷൻ ഞാൻ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് വൺസ് മീറ്റിംഗ് കഴിയുമ്പോൾ ഐ തിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. പിന്നെ അഡീഷണലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ ഈ ലുക്ക് സ്റ്റുഡിയോ അല്ലെങ്കിൽ ട്രാക്കിംഗ് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കുറച്ച് മന്ത്സ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവൈലബിൾ ആണ് അതിൽ. സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞു. കറക്റ്റ്. യെസ്, താങ്ക് യു പ്രണവ്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നെങ്കിലും അത് രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. യെസ്, ഗ്രൂപ്പ് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചാറ്റിൽ. അനിൽ. Thank you all. Thank you.